ലാൻസ് ക്ലൂസ്നർ അഥവാ സുലു എന്ന സർജിക്കൽ ഫിനിഷർ മാൻപേട ചാടും പോലെ 2 സ്റ്റെപ്പ് മുന്നോട്ട് ചാടി മനോഹര വേഗത്തിൽ പന്തെറിഞ്ഞിരുന്ന സൗത്ത് ആഫ്രിക്കൻ താരം ലാൻസ് ക്ലൂസ്നർ എന്ന സുലുവിന്റെ ജീവിതം ഒരു സിനിമാ കഥ പോലെ ഗംഭീരവും സംഭവബഹുലവുമായിരുന്നു. ആദ്യ മത്സരത്തിൽ ഒരു ഓവറിൽ 5 4 അടിച്ച അസറുദ്ദീനെ നോക്കി കരിയർ തകർന്നു പോയേക്കുമെന്ന് ഭയപ്പെട്ട് വിതുമ്പിയ ആ പയ്യൻ കരിമ്പിൻ തണ്ടുരിഞ്ഞ് രുചിയുടെ മധുരമുകളങ്ങളെ ത്രസിപ്പിക്കും പോലെ 2ാം ഇന്നിംഗ്സിൽ 8 വിക്കറ്റ് നേടിയ ഒരു കൊടുങ്കാറ്റായി ആഞ്ഞടിച്ചുയർന്നു. നാടോടി കഥ പോലെ എന്നും ഓർത്തിരിക്കാൻ പാകത്തിൽ ഒരു ക്രിക്കറ്റ് കരിയർ സുലുവിന് സ്വന്തമായി ഉണ്ടായിരുന്നതിന് ക്രിക്കറ്റ് ചരിത്രം സാക്ഷി. തോൽവിക്കും ജയത്തിനുമിടയിലുള്ള നൂൽപ്പാലത്തിൽ പലപ്പോഴും ദൗർഭാഗ്യത്തിന്റെ കയ്പ് നീരിനാൽ ക്ലൂസ്നർ കുപ്രസിദ്ധനുമായി. ചരിത്രത്തിലേക്ക് ഓടിക്കയറിയ ഒരു ഷേക്സ്പീരിയൻ ദുരന്ത കഥാപാത്രത്തെ അനുസ്മരിപ്പിക്കുന്ന 1999 സെമി ഫൈനൽ റൺഔട്ട് അദ്ദേഹത്തിന്റെ ദൗർഭാഗ്യത്തിന്റെ കൊടിയടയാളമായി ചരിത്രത്തിൽ ഇന്നും അവശേഷിക്കുന്നു. ഓഫ് കട്ടറിന്റെ പ്രകടശേഷിയിലും ഫിനിഷറുടെ കൃത്യതയിലും ടോപ്പ് ഓർഡറും മിഡിൽ ഓർഡറും പരാജയപ്പെടുമ്പോൾ ഒറ്റയാൾ ഓർഡറുമായൊക്കെ ലാൻസ് ക്ലൂസ്നർ എന്ന വലം കൈകൊണ്ട് ബോൾ ചെയ്തിരുന്ന ഇടം കയ്യൻ ബാറ്റർ പലതവണ പ്രിട്ടോറിയക്കാരുടെ പ്രിയപ്പെട്ടവനായി മാറി. ഗ്രെയിം സ്മിത്ത് എന്ന ക്യാപ്റ്റനുമായുള്ള പടലപ്പിണക്കങ്ങൾ പരസ്യമായ രഹസ്യമായപ്പോഴും ടീമിൽ കളി മികവ് കൊണ്ട് അയാൾ തന്റെ സ്ഥാനം ഭദ്രമാക്കിയിരുന്നു. 49 ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്നും 32.9 ശരാശരിയിൽ 1906 റൺസും 80 വിക്കറ്റുമായും ഏകദിനത്തിൽ 170 മത്സരങ്ങളിൽ നിന്നും 41.11 എന്ന മികച്ച ബാറ്റിംഗ് ശരാശരിയും 3576 റൺസുമായും 192 വിക്കറ്റുമായും അക്ഷരം തെറ്റാതെ ഓൾറൗണ്ടർ എന്ന വിശേഷണത്തിന് അർഹനായി. 2004 സംഭവബഹുലമായ ക്രിക്കറ്റ് കരിയർ അവസാനിച്ചു. ക്രിക്കറ്റിന്റെ പുറത്തും കോച്ചിന്റെ വേഷഭൂഷാദികളിൽ അയാൾ വിജയിച്ച ക്രിക്കറ്ററായി. നിഷ്കളങ്കമായ ചിരിയോടെ അങ്കുശമേതുമില്ലാതെ നിർഭയം അഭിപ്രായം പറഞ്ഞുകൊണ്ട് ആ യാത്ര തുടരുകയാണ്. കരിമ്പിൻ കാട്ടിൽ നിന്നും ആരംഭിച്ച് ലോകത്തിന്റെ നെറുകയിലൂടെ തുടരുന്ന അവിരാമമുള്ള ക്രിക്കറ്റിന്റെ ഹൃദയം കീഴടക്കിയുള്ള യാത്ര.